ഹായ്, ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലായാൽ പോലും നല്ല ഇളക്കമുള്ള മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് വിളവെടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ അതുപോലെ മുള വന്ന ഒരു കഷ്ണം ഇഞ്ചി ഞാൻ കുറച്ച് പോട്ടി മിക്സൊക്കെ ചേർന്ന് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ നട്ടിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നു. അപ്പോൾ അത് മാറ്റി നടാനുള്ള സമയമായി. മാറ്റി നടാനുള്ള സമയം കഴിഞ്ഞു. മഴ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നടാൻ പറ്റിയില്ല. അപ്പോൾ ഇതും നടണം, ഈ മുള വന്ന ഇഞ്ചിയും നടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ 2 ചെടിച്ചട്ടികളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ദേ ചെടിച്ചട്ടിയിൽ ഞാൻ കുറച്ച് പച്ചപ്പുല്ലും കുറച്ച് ഉണങ്ങിയ പുല്ലുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് ഇത് നടാനുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണ്. അതിനായിട്ട് ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് ഉമി, ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മണ്ണിൻ്റെ 1/3 ഭാഗം ചകിരിച്ചോറും ചാണകപ്പൊടിയുമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. 2 പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ കുറച്ച് മണ്ണിട്ടതിന് ശേഷം ഈ മുള വന്ന ഇഞ്ചി കഷ്ണം ഇതുപോലെ നട്ടുകൊടുക്കുക. ആ മുള വന്ന ഭാഗം മുകളിലോട്ട് കാണത്തക്ക വിധത്തിൽ നട്ടുകൊടുക്കുക. ഒരുപാട് കുഴിച്ച് മൂടരുത്. ഇനി വളർന്നു വന്ന ഇഞ്ചിച്ചെടി നടാം. അതിലായിട്ട് ഈ ചട്ടിയിലോട്ട് ഒരു അരഭാഗം മണ്ണ് ചേർക്കണം. അതിനുശേഷം ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്നും വേർപെടുത്തി എടുത്തിട്ടുണ്ട്. വേർപെടുത്തി എടുക്കുമ്പോൾ വേരൊന്നും പൊട്ടിപ്പോവാതെ എടുക്കുക. ഇതിൽ ഇഞ്ചി ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാറ്റി നടാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞാൻ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഞാനിപ്പോൾ തണലത്താണ് വെച്ചിട്ടുള്ളത്. 2 ദിവസം കഴിയുമ്പോൾ ടെറസിലോട്ട് മാറ്റും. ഇഞ്ചിക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ചെടിയുടെ ഒരു ഷെയ്ഡിൽ ഞാൻ വെക്കത്തുള്ളൂ. മേളിൽ വെക്കുമ്പോൾ വളരുന്നതിനനുസരിച്ച് കൊടുക്കുന്ന വളങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്